ഹലോ, വെൽക്കം ടു ലിറ്ററേച്ചർ ഇൻസൈറ്റ്. ഇന്ന് നമ്മൾ PG MA ഇംഗ്ലീഷിന്റെ അമേരിക്കൻ ലിറ്ററേച്ചറിൽ വരുന്ന ദി എംപറർ ഓഫ് ഐസ്ക്രീം എന്ന് പറയുന്ന പോമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാലർ സ്റ്റീവൻസ് ആണ് ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ഒരു അമേരിക്കൻ മോഡേണിസ്റ്റ് പോമാണ് ആൻഡ് ഹു വാസ് എ കണ്ടംപററി ഓഫ് പോപ്പുലർ പോയിറ്റ്സ് ലൈക്ക് ടി.എസ്. എലിയറ്റ്, എസ്ട്രാ പൗണ്ട് ആൻഡ് റോബർട്ട് ഫ്രോസ്റ്റ്. ഇനി വാലർ സ്റ്റീവൻസിന്റെ ഹാർമോണിയം എന്ന് പറയുന്ന കളക്ഷനിലാണ് ആദ്യമായിട്ട് ഈ ഒരു പോം 1923 പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ദ എംപറർ ഓഫ് ഐസ്ക്രീം എന്ന് പറയുന്ന പോം 1923 ഹാർമോണിയം എന്ന് പറയുന്ന കളക്ഷനിലാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ഷോർട്ട് പോമാണ്, രണ്ട് ചെറിയ സ്റ്റാൻസാസ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു പോമാണ്. ആൻഡ് നമുക്ക് ഈ ഒരു പോയത്തിൽ കാണാൻ പറ്റുന്നത് ഒരു ഡെഡ് വിമന്റെ ഒരു ഫ്യൂണറൽ അറേഞ്ച്മെന്റ് ആണ്. ആൻഡ് അതുപോലെ തന്നെ ലൈഫിന്റെ ആ ഒരു റിയാലിറ്റിനെ കൃത്യമായിട്ട് പിക്ചറൈസ് ചെയ്യുന്ന ഒരു പോമായിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. സോ മൂവിംഗ് ഓൺ ടു ദ പോം. Stanza 1. Call the roller of big cigars, the muscular one, and bide him white in kitchen cups concupiscent curd, let the wenches dawdle in such dress as they are used to wear, and let the boys bring flowers in last month's newspaper. Let be the finale of C. The only emperor is the emperor of ice cream. സോ ഇവിടെ ഒരു ഫസ്റ്റ് ആൻസർ നമുക്ക് കാണാൻ പറ്റുന്നത്, നിങ്ങൾ ഈ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി, ഒരു സ്ത്രീ ഇവിടെ മരിച്ചിരിക്കുകയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫ്യൂണറൽ ഫംഗ്ഷൻ, അതിന്റെ അറേഞ്ച്മെന്റ് ആണ് ഈ ഒരു പോയത്തിലെ രണ്ട് സ്റ്റാൻസിലായിട്ട് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ നമ്മുടെ സ്പീക്കർ അവിടെയുള്ള ഒരു മാസ്കുലിൻ ആയിട്ടുള്ള ഒരു മെന്നിനോട് കമാൻഡ് ചെയ്യാൻ, അവിടെ ബൈഡ് എന്ന് പറയുന്ന ഒരു വേർഡ് കണ്ടു. ബൈഡ് മീൻ കമാൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോ ആ ഒരു മാസ്കുലിൻ ആയിട്ടുള്ള മെന്നിനോട് പറയാണ് ആ കേർഡ് ഇങ്ങനെ വൈപ്പ് ചെയ്തുകൊണ്ട്, കിച്ചണിലുള്ള കേർഡ് വൈപ്പ് ചെയ്തുകൊണ്ട് എന്നൊരു കൈൻഡ് ഓഫ് ഒരു ക്രീം, ഒരു ഐസ്ക്രീം ഒന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് അവിടെയുള്ള ഗേൾസിനോട് മണ്ടെയിൻ ക്ലോത്ത്സ് ധരിച്ചു വരാനായിട്ട് ഇൻസ്ട്രക്ട് ചെയ്യുന്നു. ആൻഡ് അതുപോലെ തന്നെ അവിടെയുള്ള ബോയ്സിനോട് ഫ്ലവേഴ്സ് കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ലാസ്റ്റ് മന്തില് ന്യൂസ് പേപ്പറിൽ ഫോൾഡ് ചെയ്തുകൊണ്ട് ഫ്ലവേഴ്സ് കൊണ്ടുവരാനായിട്ടാണ് ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം, നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ പൊതിഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഈ ഇന്നത്തെ ദിവസത്തെ പേപ്പറിൽ നമ്മൾ എടുക്കില്ലല്ലോ, നമ്മൾ തലേ ദിവസത്തെയോ അല്ലെങ്കിൽ കുറച്ച് മുന്നത്തെ പേപ്പറിലൊക്കെയാണ് നമ്മളത് പൊതിഞ്ഞെടുക്കുക. അപ്പൊ അതേപോലെ തന്നെ ഈ ഫ്യൂണറലിന് ആവശ്യമായിട്ടുള്ള ഫ്ലവേഴ്സ് പ്രീവിയസ് മന്തിലുള്ള ഒരു ന്യൂസ് പേപ്പറിലാണ് അത് റാപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. ആൻഡ് ലെറ്റ് ബി ഫിനാലെ ഓഫ് സീൻ. എന്താണ് ഇവിടെ പറയുന്നത്? ആ ഒരു റിയാലിറ്റിയിലോട്ട് എത്തിയിരിക്കുകയാണ്. ഓക്കെ, ഒരു ഫ്യൂണറൽ ഫംഗ്ഷൻ ഇവിടെ നടക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു ഐസ് പോലെ, ആ ഐസ് മെൽറ്റ് ആവുന്ന പോലെയാണെന്ന് പറയുന്നത്. ഇപ്പൊ വേണമെങ്കിലും അവസാനിക്കാം എന്നൊരു തീമാണ് നമുക്ക് ഇവിടെ പറഞ്ഞു തരുന്നത്. ഒരു കാർപ്പിഡിയം എന്നുള്ള പറയുന്ന ഒരു തീം നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് Stanza 1 വരുന്ന ലാസ്റ്റ് ലൈൻ നോക്കും. The only emperor is the emperor of ice cream. എന്താ അവിടെ പറയുന്നത്? At the end of the day, the only emperor is death. ഓക്കെ, എന്തൊക്കെ നമ്മൾ കാണിച്ചു കൂട്ടിയാലും ലൈഫില് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ആരാണ് അവിടുത്തെ കിങ്? ഡെത്ത് ആണ്. ഓക്കെ, മൂവിംഗ് ഓൺ ടു ദ സെക്കൻഡ് stanza. Take from the dresser of deal, lacking the 3 glass knobs, that sheet on which she embroidered fantails once, and spread it so as to cover her face. If her horny feet protrude, they come to show how cold she is and dumb. Let the lamb affects its beam. The only emperor is the emperor of ice cream. ഇനി ഈ ഒരു സ്റ്റാൻസ 2 നടക്കുന്ന ബെഡ്റൂമിലാണ്. സ്റ്റാൻസ 1 വരുന്നത് കിച്ചണിലാണ് വെച്ചെങ്കിൽ സ്റ്റാൻസ 2 നടക്കുന്നത് ബെഡ്റൂമിലാണ്. അപ്പൊ ഈ ഒരു സ്റ്റാൻസ 2 നമ്മളിനി കാണുന്നത് നമ്മുടെ സ്പീക്കർ അവിടെ നിൽക്കുന്ന ഒരു സ്ത്രീയോട് ആവശ്യപ്പെടുകയാണ്. അതായത് ആ ഒരു ഡെഡ് വിമന്റെ ഡ്രസ്സറിൽ നിന്നും ഒരു ബെഡ്ഷീറ്റ് എടുക്കാനായിട്ടാണ് ആവശ്യപ്പെടുന്നത്. ഡ്രസ്സർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കബോർഡ് ഉണ്ടാവില്ലേ, ഈ ഡെയിൽ കൊണ്ടൊക്കെ മേഡപ്പ് ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സർ. ഡെയിൽ മീൻ ഈ ചീപ്പായിട്ടുള്ള പൈൻവുഡ് അതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കബോർഡിനെയാണ് നമ്മുടെ ഡ്രസ്സർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഡ്രസ്സറിൽ നിന്നൊരു ബെഡ്ഷീറ്റ് എടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നു, ആ ഒരു സ്ത്രീയെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്കറിയാം, സ്പീക്കറിന് വളരെ അടുത്തൊരു വ്യക്തിയാണ് ആ മരിച്ചിട്ടുള്ള ആ ഒരു സ്ത്രീ. അതുകൊണ്ടാണ് ഇത്രയും കൃത്യമായിട്ട് ഡ്രസ്സറിൽ നിന്ന് ബെഡ്ഷീറ്റ് ഒക്കെ എടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. ആൻഡ് പിന്നീട് പറയുന്നത് ആ ഒരു ഡെഡ് വിമനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ബെഡ്ഷീറ്റ് എടുത്തിട്ടുള്ളത്. ആൻഡ് അവിടെ നിൽക്കുന്ന ഒരാളോട് ആവശ്യപ്പെടുന്നുണ്ട് ആ ഒരു സ്ത്രീയുടെ ഫേസ് കവർ ചെയ്യാനായിട്ട്. ആ ഒരു ഫേസ് കവർ ചെയ്യുമ്പോൾ കാലിലോട്ട് ആ ഒരു ബെഡ്ഷീറ്റ് എത്തുന്നില്ല. ആ ഒരു ബെഡ്ഷീറ്റിന് ഒരു ബെഡ്ഷീറ്റിന്റെ നീളം കുറവായതുകൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഈ ഒരു സ്ത്രീ നല്ലൊരു വലിപ്പമുള്ള ഒരു സ്ത്രീ ആവാം, നമുക്ക് എന്താന്ന് കൃത്യമായിട്ട് അറിയില്ല. ആ ഒരു ഫേസ് അവിടെ കവർ ചെയ്യുമ്പോൾ ആളുടെ കാല് അവിടെ കവർ ചെയ്യുന്നില്ല, അത് ബെയർ ആയിട്ട് ഇരിക്കുകയും നമുക്ക് കാണാനായിട്ട് പറ്റും.
അപ്പൊ തോണി ഫീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് അത് റെപ്രസെന്റ് ചെയ്യുന്നത് ആ മരിച്ചു കിടക്കുന്ന സ്ത്രീ എത്രമാത്രം തണുത്തുറഞ്ഞിട്ടാണ് കിടക്കുന്നതെന്നാണ് നമുക്ക് അതിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു മരിച്ചു കിടക്കുന്ന സ്ത്രീയുടെ അടുത്ത് ഒരു ലാമ്പ് വെക്കാനായിട്ടും ആവശ്യപ്പെടുന്നുണ്ട്. ഓക്കെ, then again ഈ ഒരു സെക്കൻഡ് സ്റ്റാൻസയുടെ എൻഡിൽ നമുക്ക് കാണാൻ പറ്റുന്ന ലൈനാണ് ദ ഓൺലി എംപറർ ഈസ് ദ എംപറർ ഓഫ് ഐസ്ക്രീം, വിച്ച് മീൻ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ദ ഓൺലി എംപറർ ഈസ് ഡെത്ത്. നമ്മളെ വീണ്ടും വീണ്ടും റിമൈൻഡ് ചെയ്യാണ് സ്പീക്കർ. നമ്മളൊക്കെ എന്തൊക്കെ ചെയ്ത് കൂട്ടിയാലും നമ്മുടെ ലൈഫിലെ കിങ് എന്ന് പറയുന്നത്, ദ വൺ ആൻഡ് ഓൺലി കിങ് എന്ന് പറയുന്നത് ഡെത്ത് ആണ്. സോ നമുക്ക് കിട്ടുന്ന ഓരോ മൊമെന്റും നമ്മൾ എന്ത് ചെയ്യുക, എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് എപ്പോ വേണമെങ്കിൽ ഒരു ലൈഫ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവാം. സോ വി ഹാവ് ടു എൻജോയ് ഈച്ച് ആൻഡ് എവറി മൊമെന്റ് ഇൻ അവർ ലൈഫ് എന്ന് പറയുന്ന ആ ഒരു കാർപ്പെ ഡിയം എന്ന് പറയുന്ന ഒരു തീമാണ് പ്രധാനമായിട്ടും ഈ ഒരു പോയിട്ട് പറഞ്ഞു വെക്കുന്നത്. സോ ഓവറോൾ ഇതൊരു ഡെത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പോമാണ്. ആൻഡ് ഈ ഒരു പോയത്തിലെ നമുക്ക് വില്യം ഷേക്സ്പിയറിന്റെ ഹാംലെറ്റ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് അതില് ഹാംലെറ്റിൽ വരുന്ന ക്ലോഡിയസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ ഒരു കോട്ട് ഉണ്ട്. ഞാൻ ജസ്റ്റ് അത് വായിക്കാം. Your worm is your only emperor for diet. We fat all creatures, else to fact us, and we fat ourselves for maggot. ഹാംലെറ്റിലെ ആക്ട് 4 സീൻ 3 വരുന്ന ഒരു ഡയലോഗാണിത്. ഹാംലെറ്റും ക്ലോഡിയസും തമ്മിലുള്ള ഒരു കോൺവെർസേഷനിലാണ് ഈ ഒരു ഡയലോഗ് വരുന്നത്. ദാറ്റ് ഈസ് പറഞ്ഞു വെക്കുന്നത് എന്താണ്, നമ്മുടെ ഡെത്തിന് ശേഷം നമ്മൾ എന്താവും, നമ്മൾ ഈ വേർമിനുള്ള ഫുഡായിട്ട് മാറും. നമുക്കറിയാം ഈ ഒരു ഫുഡ് ചെയിന്റെ ഹെഡാണ് ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത്. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മളൊക്കെ എന്ന് പറയുന്നത് എന്താണ്, ആ മണ്ണിൽ കിടക്കുന്ന ആ പുഴുക്കൾക്ക് ആ വേർമിനുള്ള ഫുഡായിട്ട് മാറും. അപ്പൊ നമ്മളൊക്കെ എത്രയൊക്കെ അഹങ്കരിച്ചാലും നാളേക്ക് നമ്മളൊക്കെ ഈ പുഴുക്കളിൽ അന്നമാവാനുള്ള ഒരു മെസ്സേജാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ആൻഡ് നമ്മൾ കണ്ടു സ്റ്റാൻസ 1 കിച്ചണിലാണ് നടക്കുന്നത്, സ്റ്റാൻസ 2 ബെഡ്റൂമില്. സോ ഇവിടെ ലൈഫ് സിംബലൈസ് ചെയ്യുന്നത് കിച്ചനെയാണ് ആൻഡ് ഡെത്ത് സിംബലൈസ് ചെയ്യുന്ന ഒരു ബെഡ്റൂമിനെയാണ്. അതിന്റെ ഇതിൽ വരുന്ന തീംസ് ഏതൊക്കെയാണ്, ലൈഫ് ആൻഡ് ഡെത്ത്, റിയാലിറ്റി വേഴ്സസ് ഇമാജിനേഷൻ, യൂത്ത് ആൻഡ് ഓൾഡ് ഏജ്, ദ തീം ഓഫ് കാർപ്പെ ഡിയം, പാസിംഗ് ഓഫ് ടൈം. നമുക്ക് അതൊക്കെ എക്സാമില് മാർക്സ് കിട്ടാനൊക്കെ ആയിട്ട് ഈ പോയിന്റ്സ് ഒക്കെ എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യുക. ഈ പറയുന്ന ഒരു ഹാംലെറ്റിന്റെ ഒരു കോട്ടും ഹാംലെറ്റിൽ വരുന്ന ക്ലോഡിയസ് പറയുന്ന ഒരു ഡയലോഗൊക്കെ ജസ്റ്റ് കോട്ട് ചെയ്ത് വെക്കാം. സോ ദ ഓവറോൾ ദിസ് പോം ഇസ് അബൌട്ട് the theme of death, and the poet gives the message that whether it is birth or death, it should be normalized. Okay. അപ്പൊ ഇത്തരത്തില് ഇനിയും നമ്മൾ ഒരുപാട് പോയംസിന്റെയും നോവൽസിന്റെ ഒക്കെ സമ്മറിയും അനാലിസിസും ഒപ്പം നോട്ട്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് വീഡിയോസ് ലഭിക്കാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല മറക്കരുത് കേട്ടോ.